ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പരിചയപ്പെടാം. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. 1882 ഈ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭു ആണ് ഈ ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായത്. പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കാരണമായ ഒരു കമ്മീഷൻ കൂടിയാണ് ഈ ഹണ്ടർ കമ്മീഷൻ. രണ്ടാമതായിട്ട് വരുന്നത് സർജന്റ് കമ്മീഷൻ. 1944 ഇന്ത്യയിൽ സർജന്റ് കമ്മീഷൻ നിലവിൽ വന്നത്. 6-നും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കിയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ സർജന്റ് കമ്മീഷനാണ്. അടുത്തതായിട്ട് വരുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948-49 കാലയളവിലാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഈ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കുക, 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി പഠനം നടപ്പിലാക്കുക എന്നിവയായിരുന്നു രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ. രാധാകൃഷ്ണൻ കമ്മീഷന് ശേഷം 1952 നിലവിൽ വന്ന കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക തുടങ്ങിയ ശുപാർശകളാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അടുത്തതായി 1964 നിലവിൽ വന്ന കോത്താരി കമ്മീഷനാണ്. ഈ കോത്താരി കമ്മീഷന്റെ പ്രധാന ശുപാർശയായിരുന്നു 10th +2 +3 എന്ന വിദ്യാഭ്യാസ രീതി. കൂടാതെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയും സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും ചെയ്തത് ഈ കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനും. കൂടാതെ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയിട്ടുള്ള കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാലും അത് ഈ കോത്താരി കമ്മീഷനാണ്. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.